ഇത് മറ്റൊരു വാർത്തയുണ്ട്. ഇപ്പോൾ ഇസ്രായേലി TV സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഖമനൈ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ശ്രീ സ്റ്റീഫൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പ്രചരിക്കുന്നുണ്ടല്ലേ ഇസ്രായേലിൽ? പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമില്ല. പിന്നെ മറ്റൊരു വാർത്തയും ഇതേ ചാനലുകൾ തന്നെ കൊടുക്കുന്നുണ്ട്, ഇസ്രായേലി മാധ്യമങ്ങൾ. അത് ഖമനൈ രാജ്യത്തെ ഇറാനെ അഭിസംബോധന ചെയ്യും, ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാവും അക്കാര്യത്തിൽ എന്നുള്ളതാണ്. പക്ഷേ അത് തന്നെ ചിലപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്തതായിരിക്കാം എന്നുള്ള രീതിയിലും ഇതേ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇസ്രായേലിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്? അലി ഖമനൈ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാണോ അവകാശവാദമുള്ളത് അവിടെ? ഈ പറഞ്ഞ രണ്ട് വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഒന്നും പുറത്തു വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ആരും വ്യക്തമായ അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ന്യൂസുകാർ അതൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒരു സ്ഥിരീകരണവും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ന്യൂസുകൾ രാവിലെ തൊട്ട് പ്രചരിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ വസതി നിന്ന സ്ഥലം നശിക്കപ്പെട്ടു, അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ, അതിന്റെ വീഡിയോ എല്ലാം പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രണ്ട് വാർത്തയും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തന്നെ. ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആശങ്ക അത്ര മാത്രം ഇല്ലാത്തത് ഈ അയൺ ഡോം സംവിധാനം ഏത് മിസൈൽ ആക്രമണത്തെയും തകർക്കാൻ പര്യാപ്തമാണ് എന്നതാണല്ലോ. അതും കവിഞ്ഞ് ഇറാന്റെ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ടോ ഇപ്പോൾ അവിടെ? എന്താണ് പറയാൻ കഴിയുന്നത്? ആശങ്ക നമുക്ക് നിലവിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും, അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കുക, അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ എല്ലാം ഇസ്രായേലിൽ സജ്ജമാണ്. അത്രയും സജ്ജമായത് കൊണ്ട് നമുക്കങ്ങനെ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മലയാളികളുടെ ഇടയിലോ ഇന്ത്യക്കാരുടെ ഇടയിലോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആശങ്കയും നിലവിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഈ ഇറാന്റെ ഭാഗത്തുനിന്ന് നല്ലപോലെ ആക്രമണം ഉണ്ടായ സമയത്ത് പോലും ഇവിടെ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല, നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാവാത്ത സ്ഥിതിക്ക് അതുപോലെ തന്നെ ഇതിനെ ഞങ്ങൾക്ക് നേരിടാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഇവിടുത്തെ ഭരണവും കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് ഷാബു, നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഇറാന് പരിമിതിയുണ്ട്, അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറെ ആ മിസൈലുകളിൽ നല്ലൊരു വിഭാഗം, കുറെ അധികം മിസൈലുകൾ, 100 കണക്കിന് മിസൈലുകൾ ആ കഴിഞ്ഞ ജൂണിൽ ഏതാണ്ട് അവര് തീർന്നു. അവര് എക്സോസ്റ്റഡ് ആയി. ഇനി അവരുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളേ ഉള്ളൂ. അവരുടെ കയ്യിലുള്ള വിമാനങ്ങൾ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് F-16 മുമ്പുള്ള F-13 ആ സാധനങ്ങളാണുള്ളത്. അതായത് അത്ര കുറഞ്ഞതൊരു 40-45 വർഷം എങ്കിലും പഴക്കമുള്ള വിമാനങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. കാര്യം നമ്മുടെ മാധ്യമങ്ങള് ഈ ഇറാന്റെ ഈ ആയുധശക്തിയെ പറ്റി വളരെ എക്സാജറേറ്റ് ആയിട്ടുള്ള കഥകളാണ് മഞ്ജുഷ ഈ പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ അതൊന്നും ഇല്ല, അവരുടെ കയ്യിലുള്ള മിസൈലുകൾ അത് പ്രിമിറ്റീവാണ്. അത്യാധുനിക മിസൈലുകൾ അവരുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇസ്രായേലിനൊക്കെ ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റുന്നത്. പക്ഷെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. അതിൻ്റെ അകത്ത് നല്ലൊരു ശതമാനവും ഈ കഴിഞ്ഞ ജൂണിൽ അവര് തീർന്നു കഴിഞ്ഞു, അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇവർ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ഈ കയ്യിലുള്ളത് വെച്ചിട്ട് ഞങ്ങൾ എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം. ഇപ്പോൾ ഇറാൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കവറിംഗ് ഫയർ ആണ്. അതായത് ഖൊമൈനിയെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉന്നത നേതൃത്വത്തിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിംഗ് ഫയർ മാത്രമായിട്ടാണ് ഈ ഇറാന്റെ ഇപ്പോഴത്തെ ഈ പരാക്രമം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇരിക്കുന്ന സൈനിക വിദഗ്ധരും അവര് അതിനെ എൻഡോസ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരു വലിയൊരു യുദ്ധം, ഒരു വലിയൊരു കോൺഫ്ലിക്റ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട കരുത്ത് ഇറാന് പണ്ടുമില്ല, ഇപ്പോഴൊട്ടും പ്രത്യേകിച്ച് ഇപ്പോഴും ഇല്ല. അതാണ് അതിന്റെ അവസ്ഥ, അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് ഓൺലി ഒരു മാറ്റർ ഓഫ് ടൈം. ഇവിടെ ഈ റെജീം ചേഞ്ച് നമുക്ക് ഈ മാർച്ച് പകുതിക്ക് മുമ്പ് തന്നെ അവിടെ സംഭവിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.